ദൈവനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഞാൻ റെവറൻഡ് റിജു താബസ്, ദക്ഷിണ കേരള മഹായിടവക CSI ബോർഡ് ഫോർ യൂത്ത് വർക്കിൻ്റെ ഡയറക്ടറായും CSI കാനക്കുഴി ഇടവകയുടെ ശുശ്രൂഷകനായും പ്രവർത്തിച്ചു വരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യയിൽ ഒരു മാതാവും ഒരു പിതാവുമായി തങ്ങളുടെ മകന് രോഗം വർദ്ധിച്ചതുകൊണ്ട് അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, വളരെ സീരിയസ് ആണ്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ എത്രയും വേഗം തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ആ രാത്രിയിൽ തന്നെ ആ മാതാവും പിതാവും തങ്ങളുടെ ഈ മകനെ തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു, സീരിയസ് ആണ്, ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല, എങ്കിലും ഞങ്ങളൊന്ന് പരിശ്രമിക്കാം. ആ രാത്രിയിൽ ഡോക്ടർമാർ ആ കുഞ്ഞിനെ ICU യൂണിറ്റിലേക്ക് മാറ്റി. പ്രഭാതത്തിൽ ഏകദേശം ഒരു 5:30 ആയപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, നോ ചാൻസ് എന്ന് പറഞ്ഞത് കേട്ടിട്ട് ആ അമ്മയും ആ അപ്പനും ആ തിരുവനന്തപുരം SAT ആശുപത്രിയുടെ ICU യൂണിറ്റിൻ്റെ മുൻപിൽ നിന്ന് നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. ആ അമ്മ ICU യൂണിറ്റിൻ്റെ മുൻപിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു, അല്ലേ ദൈവമേ, ഞങ്ങളുടെ ഈ മകനെ 1.5 വയസ്സ് വരെ വളർത്തുവാൻ അവിടെ നിന്ന് സഹായിച്ചു. അവനിപ്പോൾ മരിക്കുവാനായിട്ട് പോവുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കണ്ണു തുറന്ന് അമ്മയെന്ന് കരഞ്ഞ് അല്പം പാൽ കുടിച്ച് അവൻ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞ് കരയുവാൻ തുടങ്ങി. അല്പസമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോക്ടർ പുറത്തേക്ക് വന്ന് അമ്മയോട് പറഞ്ഞു, സംതിങ് ഹാപ്പൻഡ്, എന്തോ സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞിന് ഞങ്ങൾ ഒരു മരുന്നും കൊടുത്തില്ല, പക്ഷേ നിങ്ങളുടെ കുഞ്ഞ് ആരോഗ്യത്തോടുകൂടെ ഇരിക്കുന്നു. ഇന്ന് ഈ സമയം 33 വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞാണ് നിങ്ങളുടെ മധ്യത്തിൽ ജീവൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ആ അമ്മ തിരുവനന്തപുരം SAT ആശുപത്രിയുടെ മുൻപിൽ മുട്ടുമടക്കി ജീവനുള്ള ദൈവത്തിങ്കലേക്ക് നോക്കിയപ്പോൾ ഇന്ന് ജീവനോടുകൂടെ ദൈവിക ശുശ്രൂഷയിലായിരിക്കുവാനായിട്ട് ദൈവം അവസരം നൽകിയിരിക്കുന്നു. ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയും, മോനെ, നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്, നീ ഒരു ജോലി വാങ്ങി ലഭ്യമാകുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷേ എനിക്ക് ജീവൻ തന്ന ദൈവത്തിങ്കിലേക്ക് ഞാൻ അറിയാതെ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്നുണ്ട്. ജീവിതയാത്രകളിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ദിവസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ പിതാവ് ഒരു സാധാരണ 4ാം ക്ലാസ് വരെ പഠിച്ചൊരു മനുഷ്യനാണ്, ഒരു സാധാരണ ചായക്കട നടത്തിയിരുന്ന മനുഷ്യൻ. പലരും എൻ്റെ പിതാവിനോട് വന്ന് പറയും, എൻ്റെ പിതാവിൻ്റെ പേര് സുന്ദരൻ എന്നാണ്, സുന്ദര, നിൻ്റെ മക്കളും ചായ ഗ്ലാസ് കഴുകി ഇതുപോലെ ജീവിക്കുമെന്ന് പലരും പരിഹസിക്കാറുണ്ട്. ചായക്കടയോട് ചേർത്ത് ഒരു ചായ്പുണ്ട്, മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകാത്തൊരു ചായ്പ്. എൻ്റെ അമ്മ എന്നെയും എൻ്റെ സഹോദരിയെയും പല ദിവസങ്ങളിൽ മഴ പെയ്യുന്ന രാത്രികളിൽ കുട പിടിച്ച് മടിയിലിരുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഇന്ന് എൻ്റെ സഹോദരി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിസർച്ച് ചെയ്യുവാൻ ദൈവം സഹായിച്ചിരിക്കുന്നു. എന്നെയും ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ ദൈവം നിലനിർത്തിയിരിക്കുന്നു. അന്ന് പരിഹസിച്ചവർ, നിന്ദിച്ചവരൊക്കെയും മാറ്റി നിർത്തിയവർ, സ്റ്റാറ്റസ് പോരാ എന്ന് പറഞ്ഞ് കളിയാക്കിയവരൊക്കെയും ഈ ദിവസങ്ങളിൽ ഞങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരനുഭവമുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, ദൈവം ഞങ്ങളെ അറിഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾ അറിയേണ്ടുന്ന സമയത്ത് ദൈവത്തെ അറിഞ്ഞതുകൊണ്ടിന്ന് നിലനിൽക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ജീവിതയാത്രയിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയ നിമിഷങ്ങൾ ഇന്നും ഞാൻ ഇന്നലകളിൽ എന്ന പോലെ ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ സെമിനാരി പഠന മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പെരിങ്കടവിള ഡിസ്ട്രിക്റ്റിലെ ചുള്ളിയൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഇടവകയിലാണ്. അവിടെ ഒരു സാധാരണ ഷെഡിൽ നിന്ന് ആ ദൈവാലയത്തിൻ്റെ പണികളൊക്കെ ആരംഭിക്കുന്ന സമയത്താണ് പ്രൊബേഷനായിട്ട് 2012 ഞാൻ സേലം മിഷൻ ഫീൽഡിലേക്ക് കടന്നു പോകുന്നത്. ഏകദേശം 1.5 വർഷം സേലം മിഷൻ ഫീൽഡിൽ മലയാളി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം നൽകി, കൽറായൻ ഹിൽസിൽ. അതിനുശേഷം അവിടെ നിന്ന് ചെന്നൈയിലേക്ക് എൻ്റെ ട്രാൻസ്ഫർ കടന്നു വരികയും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലും അതുപോലെ നരിക്കുറവർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം 1.5 വർഷം എനിക്ക് അവസരം നൽകി. വേറിട്ട ഒരു അനുഭവമായിരുന്നു ഈ 1.5 വർഷക്കാലം. ജീവിതത്തിൽ ആരും ശ്രദ്ധിക്കാതിരുന്നവരുടെ ഇടയിൽ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ, അവരോടൊപ്പം പാർക്കുവാൻ, അവരിൽ ഒരാളായി ഏകദേശം 1.5 വർഷത്തോളം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചത് അതൊരു വേറിട്ട ഒരനുഭവമായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെയും ഞാൻ എൻ്റെ ഈ സ്വദേശത്ത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. എന്നാൽ ദൈവവിളി എനിക്ക് മിഷൻ ഫീൽഡിലേക്ക് ലഭ്യമായപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും അവരെ ചേർത്ത് നിർത്തുവാനൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ കടന്നു പോകുന്ന വഴികളൊക്കെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ 3 വർഷക്കാലം എന്നെ സഹായിച്ചു. ഈ
3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം 2015 ഞാൻ ഗുരുകുൽ വൈദിക സെമിനാരി ചെന്നൈയിൽ ഞാൻ BD പഠനത്തിലേക്ക് പ്രവേശിക്കുകയും 4 വർഷം ചെന്നൈ ഗുരുകുൽ വൈദിക സെമിനാരിയിൽ പഠനം നടത്തുന്ന കാലഘട്ടം. ഞാൻ 2015 കടന്നു പോകുമ്പോൾ എൻ്റെ പിതാവ് ഒരു രോഗം വന്ന് ഭവനത്തിൽ കിടപ്പിലായി. ഞാൻ സെമിനാരിയിൽ പോകുന്ന സമയം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഭവനത്തിലെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ പഠനത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നീ കലപ്പയ്ക്ക് കൈവച്ചതുകൊണ്ട് നീ തിരിഞ്ഞ് നോക്കരുത്. ഞാനങ്ങനെ എൻ്റെ 1-ാം വർഷ പഠനം എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുകയൊക്കെ വെച്ച് ഫീസടച്ച് ഞാൻ പൂർത്തിയാക്കി. 2-ാമത്തെ വർഷം ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഫീസടയ്ക്കുവാനുള്ള സാമ്പത്തികമില്ലാത്തതുകൊണ്ട് കുറച്ച് തുക മാത്രമാണ് ക്രമീകരിച്ച് കടന്നുപോയത്. ഏകദേശം 2 ആഴ്ച പഠനമേഖലയിലൂടെ കടന്നുപോയി. ഒരു ദിവസം ഞായറാഴ്ച സന്ധ്യയിൽ ചാപ്പലിൽ പ്രിൻസിപ്പാൾ അനൗൺസ്മെൻറ്റ് ചെയ്തു, ഫീസടയ്ക്കാത്തവർ നാളെ തന്നെ ഹോസ്റ്റൽ റൂം വെക്കേറ്റ് ചെയ്യണം. ഞാൻ വളരെ വേദനയോടുകൂടെ ഹോസ്റ്റലിൻ്റെ ഓരോ പടിയും ഞാൻ ചവിട്ടി കയറുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു തേങ്ങലുണ്ടായിരുന്നു. കാരണം ഇന്നത്തോടുകൂടെ എൻ്റെ ഈ ശുശ്രൂഷ അവസാനിക്കുകയാണ്, ഇന്നത്തോടുകൂടെ ഈ പഠനം അവസാനിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ഭാരപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഓരോ പടികളും ചവിട്ടി കയറിയത്. എൻ്റെ മുറിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിനോദച്ചനോട് ഞാൻ പറഞ്ഞു, വിനോദേ, നാളെ എന്നെ ഒന്ന് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടണം, കാരണം ഇന്നത്തോടുകൂടെ ഈ പഠനം അവസാനിക്കുകയാണ്. ആ രാത്രി ഞാൻ വല്ലാതെ കരഞ്ഞു. ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂമിലിരുന്ന് ദൈവത്തോട് കരഞ്ഞു, ദൈവമേ, എനിക്കിനി സാമ്പത്തികമില്ലാത്തത് കൊണ്ട് ഈ പഠനം അവസാനിക്കുകയാണല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു വലിയ ഭാരത്തോടുകൂടെ ഞാൻ കരഞ്ഞു. പ്രഭാതത്തിൽ വീണ്ടും ചാപ്പലിൽ വന്ന് പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഇരുന്നിട്ട് അന്നും പ്രിൻസിപ്പാൾ അനൗൺസ്മെൻറ്റ് ചെയ്തു, ലിസ്റ്റ് ഞാൻ ഈ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. ഞാനങ്ങനെ വിനോദച്ചനോട് പറഞ്ഞു, നീ പോയി ബൈക്ക് എടുത്തിട്ട് വാ, ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാഗ് എടുത്തിട്ട് വരാം. അങ്ങനെ ബാഗ് എടുത്ത് തിരിച്ചു വരുന്ന വഴിയിൽ വിനോദച്ചൻ എന്നോട് പറഞ്ഞു, എടാ, നിൻ്റെ പേര് ഈ ലിസ്റ്റിലില്ല. ഞാൻ പറഞ്ഞു, നീ നിസ്സാരമായിട്ടിത് സംസാരിക്കരുത്. അപ്പോൾ അവൻ പറഞ്ഞില്ല, നിൻ്റെ പേരില്ല. ഞാൻ ബാഗ് അവിടെ വെച്ച് വളരെ വേഗത്തിൽ നോട്ടീസ് ബോർഡിൽ നോക്കുമ്പോൾ എൻ്റെ പേരില്ല. ഓഫീസിലേക്ക് പോയി ഞാൻ ചോദിച്ചു, ഇനി റിജു എത്ര രൂപ അടയ്ക്കണം? അത് പറഞ്ഞു, റിജുവിൻ്റെ ഫീസൊക്കെ അടച്ചിട്ടുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ഈ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇന്നും എനിക്കറിയില്ല ആരാണ് എൻ്റെ ഫീസ് അടച്ചത് എന്നുള്ളത്. ജീവിതത്തിൽ ഒരുപാട് വൈതരണ്യങ്ങളൊക്കെ കടന്നു വരാം, പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ദൈവം നിശ്ചയമായി നമ്മുടെ ജീവിതങ്ങളിൽ നൽകേണ്ടുന്നതായ അനുഭവങ്ങൾ നൽകുമെന്നുള്ളതിന് ഒരു ഉത്തമ സാക്ഷിയായി ഇന്നും നിലനിൽക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതയാത്രകളിൽ നാം പ്രതീക്ഷിക്കാത്ത ഉയർച്ചകളാണ് ദൈവം പലപ്പോഴും നൽകുന്നത്. ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, 5 വർഷമായി തലമുറകളില്ല. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയിൽ 3-ാമത്തെ ഉപവാസ ആരാധന കഴിയുമ്പോൾ ഒരു സഹോദരി വലിയ സാക്ഷ്യം പറഞ്ഞു. 17 വർഷങ്ങൾ കൊണ്ട് തലമുറയില്ലായിരുന്നു, എന്നാൽ ദൈവം അവരുടെ ജീവിതത്തെ സന്ദർശിച്ചുവെന്ന് ഒരു വലിയ സാക്ഷ്യം പറയുകയുണ്ടായി. എന്നാൽ പലരും എന്നോട് വന്ന് ചോദിക്കാൻ തുടങ്ങി, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളുണ്ടാകുന്നു, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമുണ്ടാകുന്നു, എന്തുകൊണ്ട് അച്ഛന് ഒരു തലമുറയില്ല? ജീവിതത്തിൽ വളരെ ഏറ്റവും അധികം പ്രയാസത്തിലൂടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. കൊച്ചമ്മ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിന് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങൾ വളരെ വേദനയോടുകൂടെ പല ദിവസങ്ങളിലൊക്കെ കടന്നുപോയ അനുഭവങ്ങളുണ്ട്. നമുക്കറിയാം, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ചിലർ കുഞ്ഞുങ്ങളെ കൊടുക്കാറില്ല. കൊച്ചമ്മ പലപ്പോഴും വന്ന് പറയും, അച്ഛാ, ഞാൻ ഇന്ന കുഞ്ഞിനെ എടുക്കാനായിട്ട് ചോദിച്ചു, പക്ഷെ തന്നില്ല. വളരെ വേദനയിലൂടെ കടന്നുപോയ ദിവസങ്ങൾ. ഞങ്ങൾ മിഷൻ വീടിൽ ഞങ്ങൾ പല രാത്രികളിൽ കരത്തോട് കരം ചേർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ, ഈ പരിഹാസത്തെ, ഈ നിന്നയെ മാറ്റി ഞങ്ങളുടെ ജീവിതത്തെ സന്ദർശിക്കണമേ എന്ന് ഒരു വലിയ പ്രാർത്ഥനയോടുകൂടെയൊക്കെ കടന്നുപോയ ഒരുപാട് ദിവസങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 5 വർഷം തികഞ്ഞതിൻ്റെ അന്ന് ദൈവം ഞങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത നൽകി. 2023 വർഷം മാർച്ച് മാസം 9-ാം തീയതി ദൈവം ഞങ്ങൾക്ക് ഒരു മകളെ ദാനമായി നൽകി. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും നമ്മെ സന്ദർശിക്കുന്ന, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നയെ മാറ്റി, പരിഹാസത്തെ മാറ്റി നമ്മെ ശക്തീകരിക്കുന്ന, നമ്മുടെ തല താഴ്ത്താതെ ഉയർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമമായ സാക്ഷ്യത്തോടെ ഇന്നും ഈ ശുശ്രൂഷയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. തിരുവനന്തപുരം GG ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ ഏകദേശം 2:30 മണിയാവുന്നു. ആ സമയത്താണ് അന്ന് പാസ്റ്റർ ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയരാജച്ചൻ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, തിരുമേനിയെ ഒന്ന് കാണണം.
ഞാൻ ചോദിച്ചു എന്ത് പറ്റി അച്ഛാ? അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനാണ് അടുത്ത യൂത്ത് കോർഡിനേറ്റർ. അപ്പോൾ ദൈവം നമ്മെ ഉയർത്തുന്ന വഴികൾ നാം നനയ്ക്കാത്ത വഴികളിലൂടെയാണ്. ഇന്നും എനിക്ക് ധൈര്യമായി പറയുവാനായിട്ട് കഴിയും, എന്നെ ഏൽപ്പിച്ച ഇടങ്ങളിലൊക്കെയും ശുശ്രൂഷ വിശ്വാസത്തോടെ വിശ്വസ്തയോടുകൂടെ നിലനിൽക്കുവാൻ കഴിയുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യാശയോടുകൂടെ ഇന്നും ഈ ശുശ്രൂഷ മുഖത്ത് ആയിരിക്കുകയാണ്. ഇതൊന്നും എൻ്റെ കഴിവോ എൻ്റെ ബലമോ എൻ്റെ ശക്തിയോ ഒന്നുമല്ല. ദൈവത്തെ അറിയേണ്ടുന്ന സമയത്ത് അറിയേണ്ടതുപോലെ അറിഞ്ഞതുകൊണ്ടാണ് ഇന്നും ഈ ശുശ്രൂഷയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ചെറുപ്പം മുതൽ തന്നെ ദൈവാലയത്തോടുകൂടെ ചേർന്ന് നിന്ന് വളരുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ ശുശ്രൂഷയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവാലയത്തിൽ ശ്രദ്ധയോടുകൂടെ നോക്കിക്കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ അറിയാതെ ഇതുപോലൊരു പുരോഹിതനായി ഞാൻ നിൽക്കുന്നത് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാലയത്തിൽ വരുന്ന പുരോഹിതന്മാരോടൊപ്പം ഭവന സന്ദർശനങ്ങളിലും ആരാധനയിലൊക്കെ പലപ്പോഴും പങ്കെടുക്കാറുണ്ട്. എന്നാൽ എൻ്റെ ശാരീരികമായിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് പലപ്പോഴും ദൈവാലയത്തിലെ ശുശ്രൂഷകളിൽ വ്യാപൃതനാകുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ശ്വാസമുട്ടിൻ്റെ ചില പ്രശ്നങ്ങൾ, ശരിയായി സംസാരിക്കാൻ കഴിയാതിരുന്ന ഒരുപാട് നാളുകളൊക്കെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ ദിവസങ്ങളിലൊക്കെയും കൂടുതലായിട്ട് ദൈവാലയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് യഥാർത്ഥമായി നന്നായിട്ടൊന്ന് പ്രസംഗിക്കാനോ മുൻപിൽ ദൈവാലയത്തിന് മുന്നിൽ നിൽക്കാൻ വളരെ ഭയമുള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ചെറുപ്പകാലഘട്ടം. അന്ന് എൻ്റെ സഹോദരിയാണ് എനിക്ക് ഓരോ പ്രസംഗങ്ങൾ എഴുതി തന്ന് പ്രസംഗിക്കുവാനുള്ള ഒരു പ്രചോദനം നൽകിയത്. ഇന്നും എൻ്റെ കയ്യിൽ ആ പ്രസംഗമുണ്ട്. ആദ്യമായിട്ട് എൻ്റെ സഹോദരി എഴുതി തന്ന പ്രസംഗം അതിന്നും ഞാൻ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരിയിൽ നിന്ന് ലഭ്യമായ ചില പ്രേരണകളും എൻ്റെ ശുശ്രൂഷയിൽ വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവൾ പറയും യു ക്യാൻ, ആ ഒരു ധൈര്യം എന്നെ വല്ലാതെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് എൻ്റെ സഹോദരി ചെറുപ്പം മുതൽ തന്നെ ചിൽഡ്രൻസ് മിനിസ്ട്രിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. വളരെ ധൈര്യത്തോടുകൂടെ പ്രസംഗിക്കുകയും പാടുകയും മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഞാനും എൻ്റെ സഹോദരിയോടൊപ്പം ചേർന്ന് എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ PBS ശുശ്രൂഷയിലേക്ക് കടന്നു പോകുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യ നാളുകളിലൊക്കെ വളരെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും എന്നെ ഇന്ന് ഞാനായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് എന്നെ ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് ഈ VBS മിനിസ്ട്രിയാണ്. കാരണം പല പ്രതിസന്ധികളൊക്കെ VBS മിനിസ്ട്രിയുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരെങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്നൊന്നും അറിയാതിരുന്നൊരു കാലഘട്ടത്ത് പല ദൈവാലയങ്ങളിൽ എൻ്റെ അന്നൊരു സുഹൃത്തുണ്ട് ബെനറ്റ്, അതുപോലെ സാം, ഇങ്ങനെ പല സുഹൃത്തുക്കളിലൂടെ ഞങ്ങളൊരു ടീം ഫോം ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ചാണ് ഈ VBSൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പതിയെ ഒരുപാടിടങ്ങളിൽ നിൽക്കുവാനുള്ള അവസരം ഉണ്ടാകുകയും അതിലൂടെ ധൈര്യത്തോടുകൂടെ ഒരുപാട് ഇടവകകളിൽ ശുശ്രൂഷകൾക്ക് ഇടയ്ക്കിടയ്ക്ക് നേതൃത്വം നൽകുവാനൊക്കെ കഴിഞ്ഞ ആ കാലഘട്ടത്തെ ഞാൻ ഓർക്കുന്നു. ഒരുപാട് കൊച്ചുമക്കൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴൊക്കെ കാണുമ്പോൾ പറയും, അച്ഛാ അന്ന് അച്ഛൻ പറഞ്ഞ ആ ഒരു ജീവിതാനുഭവം, അച്ഛൻ പറഞ്ഞ കഥ, അതിന്നും ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന പല കാര്യങ്ങളിലും നമ്മെ ഇന്നും ഓർക്കുന്ന ഒരുപാട് പേർ ഉണ്ട് എന്ന് ഇന്നും ചിന്തിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ശുശ്രൂഷാ മുഖങ്ങളിൽ ദൈവം ചെറുപ്പകാലങ്ങളിൽ ശക്തീകരിച്ചത് ഈ ചിൽഡ്രൻസ് മിനിസ്ട്രിയിലൂടെയാണ്. ഇന്ന് ചില അച്ഛന്മാരൊക്കെ കാണുമ്പോൾ പറയാം, അച്ഛാ അന്ന് അച്ഛൻ എൻ്റെ ദൈവാലയത്തിൽ വന്ന് സംസാരിച്ച ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവമാണ് ഇന്ന് ഞങ്ങളെയും ഈ ശുശ്രൂഷയിലേക്ക് വഴി നടത്തിയതെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്നത് ആ ഒരു ശുശ്രൂഷയാണെന്ന് മറന്നു പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ VBS ശുശ്രൂഷയിലൂടെ വളർന്നു വന്നു എന്ന് ഞാൻ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. VBS ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ മിഷൻ ഫീൽഡിലായിരുന്ന സമയങ്ങളിലും ഞാൻ ഓരോ വർഷവും ഏപ്രിൽ മാസമാകുവാനായിട്ട് കാത്തിരിക്കും. കാരണം ഏപ്രിൽ മാസമാണ് VBS ശുശ്രൂഷ. നാട്ടിലേക്ക് വരുമ്പോൾ പല ചിന്തകളും വന്നിട്ടുണ്ട്. കാരണം നീ ഇതിന് പോകാനായിട്ട് പാടില്ല, നിൻ്റെ ശുശ്രൂഷ ഇതല്ല, നീ മിഷൻ ഫീൽഡിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞ ചില അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും ബലപ്പെട്ട് നിൽക്കുവാനായിട്ട് കഴിഞ്ഞത് ദൈവം എന്നെ ഒരുപാട് ഉപയോഗിച്ചത് ഈ ശുശ്രൂഷയിലാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെയാണ്. ഇന്ന് ഞാൻ ധൈര്യമായി പറയും, എൻ്റെ ശുശ്രൂഷയിൽ ഈ ചിൽഡ്രൻസ് മിനിസ്ട്രി എന്നെ കൂടുതലായി ബലപ്പെടുത്തിയെന്ന് പറയുവാനായിട്ട് കഴിയും. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പ്രൊബേഷൻ ടെസ്റ്റ് എഴുതുകയും ഒരുപാട് പേരുമായിട്ടുള്ള കണക്ഷൻസ് എനിക്ക് ലഭ്യമായതും ഈ ശുശ്രൂഷയിലൂടെയാണ്. അങ്ങനെ വന്ന വഴികളിൽ ഒരുപാട് പേർ എന്നെ ഈ ശുശ്രൂഷയിൽ ബലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പേര് പറയണമെങ്കിൽ ഒരുപാട് പേരുടെ പേരുകൾ എടുത്തു പറയേണ്ടതായിട്ട് വരും. ആ ഒരു കൈത്താങ്ങ് ഇന്നും ഈ ശുശ്രൂഷയിൽ വഴി നടത്തുന്നുവെന്ന്
ഓർക്കുന്നത് ഏറ്റവും അനുഗ്രഹീതമാണ്. ഈ ദൈവവിളി എന്നുള്ളത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്ത രീതിയിലാണ്. ചിലർ പറയും എന്നെ രോഗത്തിലൂടെ സൗഖ്യമാക്കിയതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ സമർപ്പിച്ചതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷേ ദൈവവിളി നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നാം അറിയാതെ തന്നെ നമ്മെ മോൾഡ് ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നമ്മെ മാറ്റുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവവിളി അന്വർത്ഥമായി തീരുന്നത്. കാരണം അനേകരുടെ എക്സ്പീരിയൻസ് ഞാനിങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ദൈവം എന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് വിളിച്ചു, ഇന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നോടും എൻ്റെ മാതാവ് പറഞ്ഞത് നീ ഒരു ജോലി വാങ്ങി ഈ ശുശ്രൂഷയിൽ നീ ഏർപ്പെടണമെന്നുള്ളതാണ്. പക്ഷേ ഞാൻ അറിയാതെ തന്നെ പൂർണ്ണമായി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് ദൈവത്തിൻ്റെ ഒരു വിളി എന്താണെന്നുള്ള ബോധ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇന്നും ഓരോ ദിവസവും പ്രഭാതം മുതൽ ഞാൻ സന്ധ്യയിൽ വിശ്രമിക്കുമ്പോഴും ഈ പ്രാർത്ഥനയിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നത് പലപ്പോഴും അനുഭവിച്ച് അറിയുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മനുഷ്യനും ഈ ശുശ്രൂഷയിൽ കാലാകാലങ്ങളിൽ നിലനിൽക്കുവാൻ കഴിയുമെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതങ്ങളിലൊക്കെയും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഷോർട്ട് കട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. പ്രത്യേകിച്ച് പ്രാർത്ഥനയും, അതായത് പ്രാർത്ഥിക്കുന്ന ഒരു ഉടനെ തന്നെ മറുപടി വേണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മറുപടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രാർത്ഥനയിൽ വ്യത്യസ്തമായ പ്രാർത്ഥന അനുഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചില പ്രാർത്ഥനകൾ നമ്മൾ ചോദിക്കുന്ന ഉടനെ നമുക്ക് മറുപടി ഉണ്ടാകും. ചില പ്രാർത്ഥനകൾക്ക് ദീർഘനാൾ കാത്തിരുന്ന് ലഭ്യമാകേണ്ടുന്ന മറുപടികളുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് ഒരുപക്ഷെ മറുപടി ഉണ്ടാകില്ല. ഈ മറുപടി ലഭ്യമല്ലാത്ത പ്രാർത്ഥനകളിലൊക്കെയും പലപ്പോഴും നമുക്ക് വലിയ ഭാരം ഉണ്ടാകും. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു മറുപടി ലഭ്യമായില്ലല്ലോ എന്നുള്ളത്. എന്നാൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാനായിട്ട് കഴിയുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ പങ്കുവച്ചു. എൻ്റെ അമ്മ മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിന് ഉടനെ മറുപടി നൽകി. രണ്ടാമത്തേത്, ഞാൻ എൻ്റെ സെമിനാരി പഠനത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു രാത്രിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് മറുപടി നൽകി. എന്നാൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ദീർഘമായ 5 വർഷം എനിക്ക് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. ഈ 3 എക്സ്പീരിയൻസും വളരെ വിഭിന്നമാണ്. കാരണം പ്രാർത്ഥനയിൽ നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ള ദൈവത്തിന് വ്യക്തമായി അറിയാം. അത് നമ്മൾ ഊടുവഴികളോ മറ്റൊന്നും തേടേണ്ട കാര്യമില്ല. നമ്മൾ രഹസ്യത്തിൽ നമ്മുടെ പിതാവിനോടുകൂടെ നമ്മുടെ അറയിൽ കടന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ഹൃദയത്തെ തുറന്ന് ദൈവത്തോട് പറയുവാൻ കഴിഞ്ഞാൽ നമുക്ക് ശരിയായ മറുപടി പ്രാർത്ഥനയിലൂടെ ലഭ്യമായി തീരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത് തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരോടൊക്കെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടും, പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളുടെ ശക്തി വളരെ കുറവാണ് എന്ന് നാം മറന്നു പോകരുത്. തിരുവചനത്തിലൂടെ തന്നെ പറയുന്നുണ്ട്, കന്യാന്യ സ്ത്രീ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് തൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ കർത്താവ് തന്നെ അവിടെ വിശ്വാസം കണ്ടിട്ട് പറയുന്നുണ്ട്, ഇസ്രായേലിൽ പോലും ഈ ഒരു വലിയ വിശ്വാസം കണ്ടിട്ടില്ല. നമ്മുടെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുമെന്നുള്ളതാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് മറുപടി നൽകും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയവും ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ നാം പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ലഭ്യമല്ലാത്ത ചില മറുപടികൾക്ക് വളരെ വിഷമവും ഭാരമൊക്കെ ഉണ്ടാകും. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമാകുന്നൊരു സമയമുണ്ട് എന്ന് നാം ആരും മറന്നു പോകരുത്. തിരുവചനത്തിലൂടെയൊക്കെ നാം ശ്രദ്ധയോടുകൂടെ കടന്നു പോകുമ്പോൾ ഓരോ വ്യക്തികളുടെ ജീവിതവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എങ്ങനെ നാം കാത്തിരിക്കണമെന്നുള്ള ഉത്തമമായ മറുപടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അബ്രഹാം 25 വർഷമാണ് തൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുപാട് സമയങ്ങളിൽ ദൈവത്തോടുകൂടെ കാത്തിരുന്നാൽ അതിന് ഉത്തമമായ മറുപടി ലഭ്യമാകും എന്ന് നാം ആരും മറന്നു പോകാതിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ശ്ലാഘനീയമായ അനുഭവം. പ്രത്യേകിച്ച് പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുന്ന സമയങ്ങളിൽ നിരന്തരമായ പ്രാർത്ഥന ആ ദിവസത്തിൽ നമുക്കൊരു പുതിയ ഊർജം നൽകാറുണ്ട്. സന്ധ്യയിലുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് ആശ്വാസം നൽകാറുണ്ട്. രാത്രിയാമങ്ങളിലെ ചില പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലെ ചില പ്രയാസങ്ങളെ, നാം പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനായിട്ട് ശക്തി നൽകാറുണ്ട്. എൻ്റെ ജീവിതത്തിലും ഞാൻ ഈ പ്രാർത്ഥനകൾ, വ്യത്യസ്തമായ പ്രാർത്ഥനകളിലൂടെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ഒരു ദൈവിക അനുഭവമാണ് ഇന്നെൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം
നന്മകൾ കൊണ്ട് ദൈവം എന്നെ വഴി നടത്തുന്നത്.